ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു സ്പെഷ്യൽ ഡ്രിങ്ക് തയ്യാറാക്കാൻ പോവാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മളെ ജ്യൂസ് മുന്തിരി ഇല്ലേ, ജ്യൂസ് മുന്തിരി ഇതൊരു 300 ഗ്രാം ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മളെ ഒരു സ്പെഷ്യൽ ഫ്ലവറാണ്, ഹിബിസ്കസ് 5 ഇതളിലെ ചെമ്പരത്തി പൂവാണ് എടുത്തിട്ടുള്ളത്. ഒരു 10 15 ഉള്ള പോലെ എടുക്കാം, 20 എടുക്കാം. ഇതിൽ 10 15 ചെമ്പരത്തി പൂവുണ്ട്. പിന്നെ കുറച്ച് മുന്തിരി, ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അത് ഒരു 4 ഈത്തപ്പഴം, ഒരു നാരങ്ങ, ഒരു പകുതി നാരങ്ങന്റെ നീര് മതി. പിന്നെ ഒരു 4 ഏലക്ക. ഇത്ര ഇട്ടതിൽ ആവശ്യമുള്ളത്. നമ്മൾ ഈ മുന്തിരി ഒന്ന് ചെറിയ ചൂടുവെള്ളം ഉപ്പിട്ടിട്ട് നന്നായി കഴുകിയെടുക്കണം. ഇത് അതുപോലെ ഈ മുന്തിരിയും പിന്നെ ഈത്തപ്പഴം കൂടെ ഒന്ന് കുതിർക്കാനും വെക്കണം. എന്നിട്ട് വേണം ഇത് നമ്മളിത് ഉപയോഗിക്കാൻ. അപ്പോൾ നമ്മൾ ഈ മുന്തിരി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പും ചൂടുവെള്ളം വെച്ച് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഈ മുന്തിരി നമുക്ക് തിളപ്പിക്കണം. മുന്തിരി ചെമ്പരത്തിപ്പൂവും വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിക്കണം. തിളപ്പത്തിന് ശേഷം നമ്മളത് വാർത്തെടുത്തിട്ടാണ് നമ്മളത് ജ്യൂസ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് ഈ മുന്തിരിയും ചെമ്പരത്തിപ്പൂവും കൂടെ വെള്ളത്തിലേക്ക് ഇടാം. തിളച്ച വെള്ളത്തിലേക്ക് ഇടുക. മുന്തിരി ഉണക്കമുന്തിരി അല്ല കേട്ടോ, ജ്യൂസ് മുന്തിരിയും ചെമ്പരത്തിപ്പൂവും കൂടെ നന്നായി തിളപ്പിക്കുക. നന്നായിട്ട് വേവണം. അതിന് ശേഷം അത് അരിച്ചിട്ട് തണുത്തതിന് ശേഷമാണ് ജ്യൂസ് അടിക്കാൻ. മുന്തിരി നന്നായി വെന്തിട്ടോ. മുന്തിരി ഇതുപോലെ ഈ പരിവായ മതി. അങ്ങനെ വെന്ത് പിന്നെ പൂവും ഒക്കെ വെന്ത് നമ്മളിത് ഒരു അരിപ്പിലേക്ക് അരിച്ചു വയ്ക്കാം. അരിപ്പിലേക്ക് വയ്ക്കാം. ഇത് ഈ പൂവ് നമ്മൾ ചൂടാറിയിട്ട് ഈ വെള്ളം മിക്സ് ചെയ്ത്, അതുപോലെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഈത്തപ്പഴം, മുന്തിരി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ കുതിരാൻ വെച്ചതാണ്. ഇതും നാരങ്ങ നീരും ഏലക്കായും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. തന്നിട്ടത് ഇത് കുതിരാൻ വെച്ചതാണ്. ഇതും കൂടെ കൂട്ടിയിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തിളപ്പിച്ച മുന്തിരി, ജ്യൂസ് മുന്തിരി, പിന്നെ ചെമ്പരത്തിപ്പൂവും കൂടെ ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് വേണ്ടോ, ഇത് നമ്മൾ നന്നായി തണുത്തതിന് ശേഷം ആണെങ്കിൽ മിക്സിയിലോട്ട് അടിക്കാൻ പോണത്. ഈ പൂവും മുന്തിരിയും പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ ഉണക്കമുന്തിരി കിസ്മിസ് വെള്ളത്തിലിട്ടിരുന്നില്ലേ, കഴുകി വൃത്തിയാക്കിയിട്ട് കിസ്മിസും ഈത്തപ്പഴം കൂടെ വെള്ളത്തിലിടുന്നു. അതും ഈ നാരങ്ങ നീരും കൂടി മിക്സിയിലിട്ടതിന് ശേഷം നമുക്ക് ജാറിലേക്ക് ഒഴിക്കാം. നല്ല തണുത്തതിന് ശേഷമാണ് ഇട്ടിടാൻ, അല്ലെങ്കിൽ മിക്സി കേട് വരും. അത് നന്നായി തണുത്തതിന് ശേഷം ഇത് ഇട്ട് അടിക്കുന്ന കാണിക്കാം. അപ്പോൾ ഇത് അടിച്ചിട്ട് വരാം കേട്ടോ. ജ്യൂസ് നന്നായി അരിച്ചെടുത്തു. നമ്മളതിൽ നാരങ്ങനീര് ചേർക്കുകയാണ്. മധുരത്തിന് ഞങ്ങൾ ഷുഗർ ചേർക്കുന്നില്ല. ഷുഗർ കഴിയുന്നത് നമ്മൾ ഒഴിവാക്കുകയാണ് നല്ലത്. അതിൽ ഓൾറെഡി ഈത്തപ്പഴം, മുന്തിരിയൊക്കെ മധുരം തന്നെയില്ല, കിസ്മിസൊക്കെ മധുരം തന്നെയില്ല. നമ്മൾ മധുരത്തിന് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹണി ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഹണി ചേർക്കുകയാണ്. ഹണി ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാം. ഒരു ഹെൽത്തി ഡ്രിങ്കാണ്.